ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. റിസർവേഷൻ നമ്മളുടെ മൗലിക അവകാശമാണോ അല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് റിസർവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു റിസർവേഷൻ നമ്മളുടെ മൗലിക അവകാശമാണെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അവകാശമാണെന്ന് പറഞ്ഞ് പിടിച്ച് സ്റ്റേറ്റിനടുത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് റിസർവേഷൻ തന്നിട്ടില്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതേസമയം സ്റ്റേറ്റ് എന്ത് ചെയ്യണം? റിസർവേഷൻ നൽകണം, അത് മാൻഡറ്ററി ആണ്. എന്നിരുന്നാലും ശരി, സ്റ്റേറ്റിന് കൊടുക്കാതിരിക്കാനും പറ്റും റിസർവേഷൻ. പക്ഷെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അതായത് ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള റീസൺ വേണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു റിസർവേഷൻ നൽകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കോടതി വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കോടതി പറഞ്ഞിട്ടുള്ളത്, ഒരു അഡ്വർടൈസ്മെന്റ്സോ നോട്ടിഫിക്കേഷനോ ഇടുമ്പോൾ എത്ര സീറ്റ്സ് ഉണ്ടെന്നും ടോട്ടൽ സീറ്റ് എത്ര ഉണ്ടെന്നും അതുപോലെ തന്നെ എത്ര റിസർവ് ആയിട്ട് വെക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം, റിസർവേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യവും കറക്റ്റ്ലി മെൻഷൻ ചെയ്യണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി റിസർവേഷൻ നൽകുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് റിസർവേഷൻ നൽകാത്ത എന്നുള്ളത് സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ എന്ത് ചെയ്യണം? ആ ഒരു അഡ്വർടൈസ്മെന്റ്സിലോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസിലോ നൽകണം എന്നും കൂടി കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ്സ് ഇൻവാലിഡ് ആയിട്ട് കണക്കാക്കപ്പെടുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ഒരു അഡ്വർടൈസ്മെന്റ്സ് നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ പ്രത്യേകിച്ചും റിസർവേഷൻ കൊടുക്കാത്തതിന്റെ റീസൺ പറഞ്ഞിട്ടില്ലെങ്കിൽ, അതായത് ഒരു റീസണബിൾ ആയിട്ടുള്ള റീസൺ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ആ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിരിക്കും, ഈ ഒരു കാര്യം ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ. എന്നാൽ അതേസമയം സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു റിസർവേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാനും, അതായത് കേസ് ആയി കോടതിയിലേക്ക് പോകാനും പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. അതായത് റിസർവേഷൻ നമ്മളുടെ മൗലിക അവകാശം അല്ല എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ശരി, സ്റ്റേറ്റ് എന്ത് ചെയ്യണം? നൽകുകയും ചെയ്യണമെന്ന് കോടതി പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.